ചിലപ്പോ ഒരാളോ രണ്ടുപേരോ ഒന്ന് വിചാരിച്ചാലൊന്നും ഇതൊന്നും എങ്ങും എത്തൂലായിരിക്കും. വീട്ടിലേക്ക് പോകുന്നത് എന്തിനാ? എനിക്കറിയാം. ഈ സ്കൂൾ അടയ്ക്കുന്ന കാര്യം പറഞ്ഞ പോലെ, ചാരിയെ പോലെ എന്ന് പറഞ്ഞ പോലെ. അന്നാണ് ശരിക്കും മനസ്സിലാകുന്നത് ഈ വൈറ്റ്സ് ഒരു 3 പേര്. നമ്മള് രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല തിരക്കാട്ടോ. ചിക്കാഗോ ഇന്ത്യാന ബോർഡറിൽ എവിടെയാണ് നമ്മുടെ ജോമറ്റുവായി എന്ന് എനിക്ക് തോന്നുന്നു. അതെ ഗ്യാരി എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ എടുക്കുന്നു. ഇത് ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണേ. തിരക്കാണോ? കൊറേ നേരം ആയല്ലോ കിടന്ന് അല്ലേ? പ്രതീക്ഷിക്കണം. അതിന്റെ ഇടയ്ക്കും പുള്ളോവറുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അല്ലേ? ഈ ഏരിയ ഭയങ്കര പുള്ളോവറാട്ടോ. അവന് പോവാൻ പറ്റിയല്ല. ക്ഷാമെല്ലാം ലൈൻ വെട്ടിയായിരിക്കും. ലൈൻ ചേഞ്ചിങ്ങോ അല്ലെങ്കിൽ വെട്ടി പോയാനോ. 2 ലൈൻ എടുത്തിട്ട് പോകുമ്പോഴൊക്കെ പിടിക്കുമല്ലോ. വേണ്ട എത്ര ലൈൻ ഉണ്ടെന്ന് നോക്കിക്കോ. 1 സൈഡിലേക്ക് പോകാൻ വേണ്ടിട്ട് 6 ലൈൻ ഉണ്ട്. 6 ലൈനിൽ കൂടെയാണ് വണ്ടികൾ ഇത്രയും പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈ എങ്ങനെയുണ്ടായിരുന്നു ഓട്ടോ ഒക്കെ? ഇവിടെ വരെ അടിപൊളിയായിരുന്നു. സെറ്റായിട്ട് പോകുന്നു. ഇവിടെ വന്നപ്പം നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. ഇവിടെ വന്നപ്പോ ഇങ്ങനെയായി. പക്ഷെ എന്നാലും സാറ്റർഡേ ആയതുകൊണ്ട് ഒരു മെച്ചം ഉണ്ടായിരിക്കും എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചു കേട്ടോ. അത് വെറും വ്യാമോഹം മാത്രം മിസ്റ്റർ. നമ്മള് ഒരു 9 മണിയാവുമായിരിക്കും. എത്ര മണി? 9 മണിയാവുമായിരിക്കും. 9 മണിയാവും. പാതിരാത്രി ആകും വീടെത്താനല്ലേ? 9 മണി ആകുന്നോണ്ട് ചിലപ്പോ വലിയ തിരക്കുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാന്നറിയോ, തിരക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അവന്മാര് ബൂത്തുകൾ അടയ്ക്കും. അത് വേറൊരു 1-2 ബൂത്തുകൾ കാണുള്ളൂ. അവിടെ എപ്പോഴും അവന്മാരെ തിരക്കായിട്ട് കീപ്പ് ചെയ്യും. ഈ സൺഡേ രാവിലെ കാണത്തില്ലേ, അന്നേരം അടച്ചിട്ട് നമുക്ക് ബ്ലോക്ക്. തിരക്ക് പറയുമ്പോ ബൂത്ത് അടയ്ക്കും. അപ്പൊ പിന്നെ ആ പരിപാടി തീർന്നല്ലോ. പുതിയ ട്രിപ്പ് അയച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേക്കണേ. അയച്ചോ? ഞാൻ കണ്ടില്ല. ഡിസ്പാച്ച് സെൻഡ് ഫോർ ലീവിംഗ് മൺഡേ ഫോർ വെനസ്ഡേ ഡെലിവറി. എങ്ങോട്ടാന്നറിയോ? നോക്കട്ടെ. ലോങ് ബീച്ച്, കാലിഫോർണിയ. ടൈം എപ്പോഴാ? ടൈം രാവിലെ 6 മണി. സന്തോഷായില്ലേ അരണേട്ടന്? സന്തോഷായില്ലേ ഉണ്ണേട്ടാ? 6 മണി എന്ന് പറയുമ്പോഴത്തേക്കും 6 മണി. 6 മണി എന്ന് പറയുമ്പോൾ നേരത്തെ ഇറങ്ങേണ്ടി വരും. പിന്നെ ലോങ് ബീച്ച് ഏത് സൈഡായിരുന്നു? അയ്യോ ലോങ് ബീച്ച് നമ്മൾ നേരത്തെ ഇറങ്ങണം. നമുക്കൊരു 4 മണിയാകുമ്പോൾ ഇറങ്ങേണ്ടി വരും. വീട്ടിലേക്ക് പോകുന്നത് എന്തിനാ? എനിക്കറിയാം. ഈ സ്കൂൾ അടയ്ക്കുന്ന കാര്യം പറഞ്ഞ പോലെ, ചാരിയെ പോലെ എന്ന് പറഞ്ഞ പോലെ. അടക്കണ എന്തിനാ ചാരിയെ പോലെ? ട്യൂഷൻ എന്താ കാര്യം പറയുമ്പേ എന്നാ പിന്നെ സ്കൂൾ അടയ്ക്കണോ ചാരിയെ പോലെ? 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് 9ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഈ സ്കൂൾ അടയ്ക്കുന്ന സമയം നോക്കിയിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഉടനെ ട്യൂഷൻ തുടങ്ങും. അപ്പൊ തന്നെ വലിയ വലിയ ട്യൂഷൻ പ്ലാന്, ഫുൾ ടൈം ട്യൂഷൻ പഠിപ്പീര് പറഞ്ഞ പോലെ നമ്മള് വണ്ടിയിൽ തന്നെ കിടക്കേണ്ടി വരും. ആദ്യം എന്തിനാ അടക്കണേ ചായ പോലെ? ആർക്കെന്താ അവധിക്കൊന്നും ഒരു വിലയില്ലെന്നല്ലേ? എന്താ ചെയ്യാ? സത്യം. അതുപോലെ വീട്ടിൽ ചെല്ലുക, എല്ലാരോടും ഒന്ന് ഹൈ ഒക്കെ പറയാ, അടുത്ത ഇറക്കാറുണ്ട്. മടുത്ത്. അങ്ങനെ നമ്മൾ ഒരു ലൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ലൗസിൽ നിന്ന് നമുക്കൊരു കുളിയൊക്കെ പാസ്സാക്കി ഷിഫ്റ്റും ചേഞ്ച് ചെയ്തേക്കാം.
കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ ഞാൻ ഒരു പിസ്സ മേടിച്ചു കേട്ടോ. ഗോഡ് ഫാദേഴ്സിന്റെ ഓൾ മീറ്റ് കോംബോ. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. തരക്കേടില്ലെന്നുള്ളൂ. നിങ്ങൾ ചോദിച്ചാലോ? അടിപൊളി. ഇലിനോയ് ഇന്ത്യാനയും കൺസ്ട്രക്ഷൻ്റെ ബഹളം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കൺസ്ട്രക്ഷനാണ് എല്ലായിടത്തും കേട്ടോ. കൂടാതെ എല്ലായിടത്തും ഒന്നെങ്കിൽ 55 അല്ല 45 ഇങ്ങനെ മാറി 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 തന്നെ ഒറ്റ കൺസ്ട്രക്ഷൻ സോണിൽ തന്നെ കാണും. അതൊക്കെ പ്രത്യേകിച്ച് അവിടെ ഇവിടെ എല്ലാം പോലീസുകാരും കാണും. അതും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനെ പ്രത്യേകം പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്ക്വാഡ്. എന്നിട്ട് നമ്മൾ 45-ൻ്റെ ഭാഗത്ത് 46-ഓ 47-ഓ ഇച്ചിരി അങ്ങ് കയറി പോയാൽ അവിടെ പിടിക്കും. കാരണം ഇവർക്ക് ടാർഗറ്റ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. വൃത്തികെട്ട സ്ഥലം തീരെ ഇഷ്ടമല്ല. കൂടാതെ വീക്കെൻഡും നല്ല വെതറും കൂടെ ആയതുകൊണ്ടേ ബീച്ചിലൊക്കെ പോകുന്ന ആൾക്കാരുടെയും അല്ല അതിന് വേണ്ടിയിട്ട് വെക്കേഷൻ ഇറങ്ങിയേക്കുന്ന ആൾക്കാരുടെയും നല്ല തിരക്കുണ്ട് റോഡിൽ. ബായ് GPS മേടിച്ചിട്ട് എത്ര നാളായി? ഞാൻ 21-ലാണ് GPS മേടിക്കുന്നത്. ആണോ? അതിന് എന്തോ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ഓഫ് ആവുകയാണ്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ അതിന് ഉണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ അതിന് കംപ്ലൈന്റ് തുടങ്ങിയല്ലേ? ചിലപ്പോൾ ഇത് ഇപ്പൊ എത്രയും വർഷമായില്ലേ? എത്ര കൊല്ലമായി? 7 കൊല്ലം ആയില്ലേ? 7 കൊല്ലമായി. നിങ്ങളുടെ അതിന് കംപ്ലൈന്റ് ഇല്ല? അതിന് ഞാൻ അന്നേരം അപ്ഡേറ്റ് ചെയ്യാറില്ല. ഓക്കെ, അത് ഒരു കാര്യമായിരിക്കും കേട്ടോ. കാരണം ഇതിന്റെ ഇന്റേണൽ മെമ്മറി കുറവായതുകൊണ്ട്. അതെ, ഇന്റേണൽ മെമ്മറി കുറവാണ്. അപ്പൊ അതിന്റെ പുതിയ അപ്ഡേറ്റുകളൊന്നും താങ്ങാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് ഹാങ് ആവുന്നത്. അതൊന്നോ എനിക്കറിയില്ല. ടെക്നോളജിക്കലി ഞാൻ വലിയ ഹൈ ഒന്നും അല്ല. അല്ല, നിങ്ങൾ മറ്റേ ഫോണിന്റെ കാര്യത്തിൽ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ സോ ഫാർ സോ ഗുഡ്, നമുക്ക് പ്രശ്നമില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ന്യൂ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അധികമൊന്നും ഇല്ല. നമ്മുടെ പഴയ കമ്പനിയിലെ JB റാൻഡ് എന്ന് പറഞ്ഞ കമ്പനിയില് അയാള് അവിടുത്തെ ഡ്രൈവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരന് അന്നൊരു 15 വർഷമായി. അപ്പൊ ഇപ്പം എന്ന് പറഞ്ഞ ഒരു 10-22 വർഷമായി കാണും പുള്ളി വന്നിട്ട്. പുള്ളി അറ്റ്ലസ് ഉപയോഗിച്ചാണ് കാലിഫോർണിയക്ക് പോയിക്കൊണ്ടിരുന്നത്. ഏത് കാലത്ത്? അത് ഇപ്പൊ എത്രയായി? 22 കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മളൊരു 2002-2003 കാലഘട്ടത്തിലായിരിക്കും. ആ സമയത്തായിരിക്കും. അപ്പം 2002-2003 കാലഘട്ടത്തിലേക്കായിരിക്കും. GPS കൂടെ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല, പക്ഷെ പുള്ളി അറ്റ്ലസ് ഉപയോഗിച്ചായിരുന്നു പോകുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് അവിടെയുള്ള ഊടുവഴികളെല്ലാം അറിയാം. മലയാളിയല്ല, സത്വീന്ദർ, പഞ്ചാബിയാ. അപ്പം GPS വന്ന് വലിയൊരു ഉപകാരമായി. ഞങ്ങള് തുടക്കകാലത്ത് ഈ ഗാർമെന്റ് ചെറിയ GPS ഉണ്ട്. അപ്പൊ ഞാനും കണ്ണനും കൂടെ ഓടിക്കൊണ്ടിരിക്കുക. എനിക്കൊന്ന് 2ാമത്തെ ട്രിപ്പാന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടുന്ന് ലോഡ് എടുത്ത് തിരിച്ചു വരുന്നവര് നമുക്ക് ലൗസ്, നമ്മുടെ കിങ്മാൻ ഇല്ലേ, കാലിഫോർണിയയിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് എടുത്ത് തിരിച്ചു വരിക. 40 അരിസോണയില്. അപ്പൊ ഞങ്ങളുടെ ഷിഫ്റ്റ് ചേഞ്ചിങ്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പം ശരിക്കും GPS-ന്റെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഇത് നേരെ തിരിച്ച് വേറെ എങ്ങോട്ടോ വിട്ട് ഞാൻ കയറി നേരെ വിട്ട് അങ്ങനെ കുറെ അങ്ങ് പോയി. വേറെ ഒന്നും നോക്കുന്നില്ല, കുറെ അങ്ങ് പോയി കഴിഞ്ഞ് ആരോ ഫോൺ വിളിക്കാനുണ്ടെന്ന് തോന്നുന്നു. കുറെ പോയപ്പോ എനിക്ക് തന്നെ തോന്നുന്നു ഇത് കൂടി വരുന്നല്ലോ ഇത്. അങ്ങനെ ഞങ്ങള് കമ്പനിയിലേക്ക് വിളിച്ചു. ഇത് കാരണം പിടുത്തം കിട്ടുന്നില്ല. ഞാൻ ലാസ്റ്റ് മൊബൈലിൽ ഇട്ടപ്പം എനിക്ക് തോന്നി ഇത് അങ്ങോട്ടാ പോകുന്നത്. മനസ്സിലായത് ഇങ്ങോട്ട് അങ്ങോട്ട് നേരെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പം കമ്പനി വിളിച്ചപ്പോൾ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ പ്രൊഡ്യൂസ് എടുത്തതിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. പിന്നെ പതുക്കെ സംഭവം മനസ്സിലായി, GPS ചതിച്ചതാണ്. GPS ചതിച്ചാനെ. GPS ചതിച്ചതല്ല, അത് പ്രോപ്പറായിട്ട് അഡ്രസ് കിട്ടില്ല. അഡ്രസ് ഇടാത്തതിന്റെ ആണോ എന്താണോ
GPS ആ ഓപ്പോസിറ്റ് കാണിക്കണമെങ്കിൽ ഇട്ട് നിങ്ങളെ കിങ് മാനിൽ നിർത്തിയല്ലേ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയില്ല, ഞങ്ങളെ GPS ചോദിച്ചാൽ ഞങ്ങൾ പറയും. എല്ലാരും GPS കുറ്റം പറയല്ലോ. GPS അത്രേ ഉള്ളൂ. ഈ സംഭവം നടക്കണ എന്നാന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട പലർക്കും സംഭവിക്കാറുള്ളത് ഇത്. എനിക്കറിയാൻ പലരും. അതായത് നമ്മള് അഡ്രസ് ഇടുമ്പോഴത്തേക്ക് റീസെന്റ് അല്ല ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഒരു അഡ്രസ് അങ്ങ് ഇടുവേ. ഇല്ലാന്നുണ്ടാ വേറെ ചില നമ്മുടെ ബൈപ്പാസുകളില്ലേ, ബൈപ്പാസ് എന്നല്ല നമ്മുടെ ഈ മെർജ് ചെയ്യുന്ന റാമ്പുകൾ, നമ്മളെ ഈ വെസ്റ്റും ഈസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. അപ്പൊ അത് ഈ സാധനം ഇതില് ചിലപ്പോ നോ ട്രക്ക് റൂട്ട് കാണിക്കും. കാരണം നമ്മുടെ ആ ഒരു പാലത്തിന്റെയോ അല്ല ആ റാമ്പിന്റെയോ വെയിറ്റിന്റെ ഒരു വ്യത്യാസമുള്ള കാരണം അങ്ങനെയും വരും നോ ട്രക്ക് റൂട്ട്. എന്നിട്ട് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GPS നമ്മളോട് കാണിക്കും വേറെ എവിടെയെങ്കിലും പോയി കറങ്ങി വരാൻ കാണിക്കും. അപ്പൊ അങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് റൂട്ടിൽ, പിന്നെ പ്രത്യേകിച്ച് നമ്മളെ സ്ഥിരം റൂട്ടിൽ പോകുന്നതാണ് നമ്മൾ ചിലപ്പോൾ GPS ശ്രദ്ധിക്കുകയല്ല, അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എന്തോ ഒന്നാണത്. എനിക്ക് ഈ സംഭവം പറ്റിയിട്ടുണ്ട് പ്രാവശ്യം. ആണോ? അതെങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്ര കൊല്ലം ഈ റൂട്ടിൽ കൂടെ സ്ഥിരം പോണതേ. അപ്പൊ ഈ റൂട്ട് നമ്മുടെ മൈൻഡിലുണ്ടല്ലോ, നമുക്കറിയാമല്ലോ റൂട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വന്നിട്ട് പോയിട്ട് GPS-ന് വലിയ വിലയില്ല, നമ്മളത് നോക്കിയല്ല, നമുക്കറിയാലോ വഴി എന്നുള്ള രീതിയാണ്. ഈ രാത്രി ആകുമ്പോ ഇങ്ങനെ ഹൈവേ അടക്കുമല്ലേ, ചില വളവുകൾ നമ്മൾ ശ്രദ്ധിക്കുകയല്ല. അപ്പൊ എനിക്കൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. കുറെ ഒക്കെ കഴിഞ്ഞപ്പോ ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ആയി ഞാൻ ഈ ഫുള്ള് GPS-ഉം ELD-യും ഇതെല്ലാം ഓഫ് ചെയ്തങ്ങ് വെക്കും. ഞാൻ ഈ രാത്രി ഓടിക്കുമ്പോൾ എനിക്ക് മുഖത്തേക്ക് വെട്ടടിക്കുന്ന ഇഷ്ടമല്ല, ഫുള്ള് ഇരുട്ടത്തിരുന്ന് ഓടിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ ഈ ഡിവൈസസിന്റെ ഒക്കെ വെട്ടം വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാം ഓഫ് ചെയ്ത്, നമുക്കറിയാവുന്ന വഴിയല്ലേ, അങ്ങ് പോകും. ആരാണ്ട് ഫോൺ വിളിച്ച് എന്തോ സീരിയസ് മാറ്റർ ആയിരുന്നു, നമ്മൾ അങ്ങ് ഫോണിന്റെ അകത്ത് മുഴുകിപ്പോയി. മനസ്സിലായോ? അപ്പൊ നമ്മള് വഴിയുടെ കാര്യം ഡീവിയേഷനും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിച്ചില്ലേ, ഇരുന്ന് ഹൈവേ കൂടെ ഓടിച്ച് ഏകദേശം 200 കിലോമീറ്റർ ഞാനിങ്ങനെ കറങ്ങി. ഓഹോ, അപ്പൊ ഞങ്ങളുടെ തൊട്ട് പുറം തന്നെ ഉണ്ട്. അപ്പൊ അതുവരെ അർജുൻ ഭായിക്ക് പല മിസ്റ്റേക്കും പറ്റുമ്പോഴത്തേക്ക് ഇങ്ങനെ ചമ്മി നിൽക്കുമായിരുന്നു പുള്ളി. കറക്റ്റ് ഞാനിത് മിസ്സായി കഴിഞ്ഞാൽ അതായത് പുള്ളി ഉറങ്ങി എണീറ്റിങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിളി, ചേട്ടാ ഇത് പരിചയമുള്ള റൂട്ടൊന്നും അല്ലല്ലോ. നേരെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച് ശരിയാണല്ലോ, ഞാൻ പെട്ടെന്ന് GPS ഓണാക്കി നോക്കിയാൽ മാറി. അതോടുകൂടി പിന്നെ പുള്ളിക്ക് മറ്റേ ഈക്വലായി. കാരണം പുള്ളി തെറ്റിച്ചാലും വല്ല 20 കിലോമീറ്റർ 30 കിലോമീറ്റർ അത്രയൊക്കെ തെറ്റിച്ചിട്ടുള്ളൂ. നമുക്ക് അബദ്ധം പറ്റിയത് ഒറ്റ ഇരിപ്പിൽ 200 കിലോമീറ്റർ ഒക്കെ പറ്റിപ്പോയി. അല്ല നമ്മളെ ഇപ്പൊ GPS ഉണ്ടെങ്കിൽ നമ്മൾ സൗണ്ട് കുറച്ചിട്ടേക്ക് വേണേലേ, നമ്മൾ ആരുടെയും ഫോൺ വിളിച്ച് പോകുമ്പോൾ ചില എക്സിറ്റുകളും നമ്മൾ മാറി. ഇതില് സൗണ്ട് വന്നില്ലെങ്കിലേ പ്രത്യേകിച്ച് 40 നമുക്ക് പലപ്പോഴും അത് പറ്റാറുണ്ട്. ഇപ്പൊ പോയ ബോക്സി രൂപത്തിലുള്ള കാറുണ്ടോ, ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും നമ്മുടെ വീഡിയോസ് കാണുന്ന ചിലർക്കെങ്കിലും അറിയാൻ പാടില്ലേ. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇതിനു മുമ്പ് സൈബർ ട്രക്ക് അങ്ങ് പോകുമ്പോഴത്തേക്ക് നമ്മളിതൊന്നും നോട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു കാഷ്വൽ ബീറോൾ എടുക്കുന്ന പോലെ അങ്ങ് എടുത്ത് വിട്ടിട്ടേ ഉള്ളൂ. അപ്പം ഇതുപോലെ എനിക്ക് തോന്നുന്നു ബാബു ജോർജ് എന്ന് പറയുന്ന ബാബു ചേട്ടൻ ഇതുപോലെ ചോദിച്ചായിരുന്നെന്ന് തോന്നുന്നു അതേതാ വണ്ടിയെന്ന്. അത് നമ്മുടെ ടെസ്ലയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ടെസ്ലയുടെ ട്രക്ക് പിക്കപ്പിൻ്റെ സെഗ്മെൻറ്റിൽ പെട്ട സൈബർ ട്രക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇറങ്ങിയ സമയത്തൊക്കെ അതിന് ഭയങ്കര ഹൈപ്പായിരുന്നെന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഫുള്ള് ഡിമാൻഡ് പോയിട്ടുണ്ട്. കാരണം മൊത്തത്തിൽ അത് ആർക്കും അങ്ങ് യൂസർ ഫ്രണ്ട്ലി അല്ല എന്നുള്ള ഒരു റിവ്യൂസാണ് പൊതുവെ ഉപയോഗിക്കുന്നവരുടെ അടുത്തുനിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അതിൻ്റെ ഒരു വിലയൊക്കെ ഒന്ന് ഇടിഞ്ഞിട്ട് യൂസ്ഡ് മാർക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഓർഡർ ചെയ്തവർ കുറേ പേര് അത് ക്യാൻസൽ ചെയ്യുകയും, പ്രത്യേകിച്ച് മറ്റേ ട്രംപിൻ്റെ താരിഫിൻ്റെ സെഗ്മെൻറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പം അതിൽ പൊതുവെ ഇപ്പം കറൻ്റ്ലി ഇപ്പം അങ്ങനെ വലിയ ഡിമാൻഡ് ഇല്ല അതിന്. ഈ കാരവാൻ കണ്ടോ, എയർ സ്ട്രീം എന്ന് പറയുന്ന സാധനം ഈ കാരവാന്റെ സെക്ഷൻസിലെ ഏറ്റവും പ്രീമിയം സാധനമാണ്. അതല്ലേ നമ്മുടെ മറ്റേ സ്പീഡ് സിനിമയ്ക്കകത്തൊക്കെ ബസ്സൊക്കെ പോലെ ഇരിക്കുന്നത് അല്ലേ, ആ ഒരു ഷേപ്പ് ഒക്കെ ഇല്ലേ? അതെ അതെ, ഇതാണ് ഏറ്റവും ലക്ഷറീസ് അല്ലേ, ഏറ്റവും പ്രീമിയം. ഇപ്പൊ നമ്മളിപ്പം കാറിന്റെ കാര്യത്തിൽ ബെൻസ് BMW എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കാറ്റഗറി പെട്ടതാണ് എയർ സ്ട്രീം. ഭയങ്കര കോസ്റ്റ്ലി ചെയ്തു. നിങ്ങള് 9-ൽ പോയി എന്ന് പറഞ്ഞത് ഏതായിരുന്നു കാരവാൻ? അത് ഞങ്ങളൊന്ന് പോയത് കാന ഡ്രീം എന്ന് പറയുന്ന അതിന്റെ ആഡ് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ അത് രണ്ടായിട്ടല്ല ഒന്നായിട്ടുള്ളത് അല്ലേ, മോട്ടോർ ഹോം എന്ന് പറയുന്നത്. പല സെഗ്മെന്റുകളുണ്ടല്ലോ. അത് കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലാന്ന് തോന്നുന്നു അല്ലേ, നമ്മള് കാരവാൻ അല്ലാതെ നമ്മള് ചെയ്യുന്നേക്കാളും റെന്റ് ചെയ്യുന്നേക്കാളും രണ്ടും കൂടെ ഒറ്റ ഇതായിട്ട് വരുന്നത്. ഇത് ഇതിനേക്കാളും ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കണം.
കാരണം വെച്ചാൽ അതിന്റെ അകത്ത് എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങളെല്ലാം സെറ്റ് ആണല്ലോ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിച്ചോണ്ട് പോകാൻ പറ്റിയ എഞ്ചിൻ പവർ ഉള്ള ഒരു വണ്ടി നമുക്കില്ല. പിന്നെ പണ്ട് അങ്ങ് UK ഉണ്ടായിരുന്ന പോലെ ഉള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു മോട്ടോർ ഹോം അല്ലെ കാരവാൻ എന്ന് പറയുന്നതിന്റെ ഇത് കാരവാൻ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള. അങ്ങനെ എടുത്താ. അപ്പം മാർക്കറ്റ് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും കാന ഡ്രീം ആണ് നമുക്ക് നല്ലൊരു ഓഫർ തന്നതും. അത് എത്ര ദിവസത്തേക്ക് എടുത്തത്? ഞങ്ങള് 2 ആഴ്ച. 15 ദിവസം. അല്ല എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കണം, അന്ന് ഞങ്ങള് ബേസ്മെന്റിലാ താമസിക്കുന്നത് കാനഡ വന്നിട്ട്, മനസ്സിലായോ? വേറെ ഒരു ലയബിലിറ്റി ഇല്ല. അപ്പം നമ്മുടെ താമസിക്കുന്ന വീടിന്റെ ഓണർ പോലും ഇതാ കേറിയിട്ടില്ല. സാധനം എടുത്തോണ്ട് വന്ന വീടിന്റെ മുറ്റത്തിട്ടപ്പോൾ അവര് ഞെട്ടിപ്പോയ, പുറത്തിറങ്ങിയിട്ട് മറ്റേ ഒരു തെലുങ്കന്മാരായിരുന്നു. അപ്പൊ പുള്ളിക്കാരി അവിടെ കെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇതിങ്ങനെ നടന്നോ, കണ്ടില്ലേ നമ്മുടെ വാടകക്കാര് വരെ ഓവർ വിളിക്കാൻ 2 പ്രാവശ്യം ചിന്തിച്ചിട്ടേ വിളിക്കുള്ളൂ നമ്മള്. കാരണം ബേസിക് ജോലിയും ചെയ്ത് കാനഡയിലൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ സമയമാണല്ലോ. പിന്നെ ഞങ്ങളുടെ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കെട്ടുകളും കൊച്ചാണേലും ഫുൾ സപ്പോർട്ട് ചെയ്തു നമ്മുടെ അതേ വൈബാ. ഇപ്പം ആരെങ്കിലും ഒരാളൊരു ഇച്ചിരി ഡൗൺ ആകുമ്പോഴത്തേക്ക് അപ്പൊ അവള് പറയും, കാരണം നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണല്ലോ സ്വപ്നങ്ങളൊക്കെ ഷെയർ ചെയ്യണേ. അപ്പം നമ്മള് പിന്നീട് ചിന്തിച്ചിട്ട് അല്ലേ വേണ്ട എന്നൊക്കെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവള് തന്നെ ആടി പറയും, പപ്പേ എന്തായാലും നമ്മൾ ഇത്രയൊക്കെ ആഗ്രഹിച്ചു, വീടൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ മോർഗേജ് ആയി പേയ്മെന്റുകളായി ഇതൊന്നും നടക്കുകയല്ല, നമുക്കങ്ങ് ചെയ്യാം. അല്ല അത് ഒരു പരിധിവരെ കാര്യം കേട്ടോ. വീടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മള് ലയബിലിറ്റികൾ കയറി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഒന്നും നടക്കത്തില്ല. കാരണം നമ്മൾ അതിന്റെ കറക്റ്റ് പേയ്മെന്റുകൾ പോയല്ലേ പറ്റുള്ളൂ. പിന്നെ ഇത് ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള സംഭവത്തില് അത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഇരിക്കാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? വാനിൽ തന്നെ പറ്റും. അതെ മറ്റേ വണ്ടി ഓടിക്കുന്ന ഇതിലേ ഇരിക്കാൻ പറ്റുള്ളൂ, ട്രെയിലറേ ഇരിക്കാൻ പറ്റില്ല. അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളെ ടൊറന്റോയിൽ നിന്ന് വണ്ടി ഓടിച്ച് ഞങ്ങള് ബ്രിട്ടീഷ് കൊളംബിയയിലെ സ്ഥലത്തിന്റെ പേരാണ്, അവിടുത്തെ വിസ്ലർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബ്രിട്ടീഷ് കൊളംബിയയിലെ വിസ്ലർ വരെ പോയി. മീൻസ് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു പ്ലാൻ ചെയ്തോ, ഇങ്ങനെ ഇന്ന സ്ഥലങ്ങൾ ഞങ്ങൾ പോകണം? പിന്നെ അതോ നിങ്ങൾ 2 ആഴ്ചത്തെ ട്രിപ്പല്ല, നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻഡ് ആയിട്ട് നമ്മളൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെയാണ് ക്യാമ്പർ സൈറ്റ്സ് ഉള്ളത്. അതായത് മറ്റേ പിൻട്രസ്റ്റിലും മറ്റേ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നോക്കി നല്ല അട്രാക്റ്റീവ് സ്പോട്സ് അതെല്ലാം നോക്കി നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ഉണ്ടാക്കി, ഇന്ന ദിവസം ഇത്ര കിലോമീറ്റർ കവർ ചെയ്ത് ഇന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണം എന്നെല്ലാം പ്ലാൻ ചെയ്ത് പോയത്. ഈ ക്യാമ്പ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഇതിന്റെ വേസ്റ്റേജ് കളയാനുള്ള സെറ്റപ്പ് ഉണ്ടാവും? എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല, എന്നാൽ അത് ഉള്ള സെറ്റപ്പുകളും ഉണ്ടാവും. അപ്പൊ നമ്മളത് നോക്കി ഓരോ ക്യാമ്പ് സൈറ്റും എടുക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് അവിടെ എന്തൊക്കെ ഫെസിലിറ്റികളാ ഉള്ളത്, ഇപ്പൊ പുറത്തുനിന്നുള്ള വാട്ടർ കണക്ഷൻ ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇലക്ട്രിക് കണക്ഷൻ പുറത്തുനിന്ന് ഉണ്ടാവുമോ, അതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ അത് നോക്കി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം. വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിലും അത് ഡ്രിങ്കിങ് വാട്ടർ ആയിരിക്കില്ല. നമ്മുടെ ഈ വണ്ടിക്കകത്ത് വാട്ടർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ ഡംപ് ചെയ്തിട്ട് ഈ വാട്ടർ ഫില്ല് ചെയ്യണ്ടേ, അതിന് വേണ്ടിട്ട് കുക്കിങ്ങിനൊക്കെയുള്ള സെറ്റപ്പ് ഉള്ള പിന്നെ കുക്കിംഗ് റേഞ്ചും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അന്നത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്നാന്ന് വെച്ചാൽ അത് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റിയില്ല. അന്നെന്നൊക്കെ പറഞ്ഞാൽ ഈ 2019 കാലഘട്ടമല്ലേ, 2019 അതെ 2019 ഞങ്ങൾ ചെയ്തേ. അന്ന് മര്യാദക്ക് നമ്മളോട് നമ്മുടെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ആൽബിൻ എന്ന് പറഞ്ഞ ഒരാളെ ആ മര്യാദക്ക് പറഞ്ഞ, ചേട്ടാ നിങ്ങളിത് വ്ളോഗൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മള് യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അന്ന് ഈ യൂട്യൂബ് ചെയ്യുന്നവരൊക്കെ നമുക്ക് പുച്ഛ, കുറെ യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മാവൻ സെറ്റപ്പ് ഉണ്ടല്ലോ. അല്ല അത് നല്ലൊരു ബിഗിനിങ് ആയിരുന്നു നിങ്ങൾക്ക് അല്ലെ, അന്ന് തുടങ്ങിയായിരുന്നെങ്കിലേ? കിടിലം ബിഗിനിങ് ആയാനെ. അപ്പം അന്ന് നമ്മളെ ഈ പുച്ഛിച്ചെന്നേ പിന്നെ എല്ലാരും ഒക്കെ. എന്നിട്ട് എന്ത് ചെയ്തു, എന്തായാലും ഒരു മെമ്മറി വേണല്ലോ എന്ന് ഓർത്ത് ഓടിപ്പോയി ഒരു ഗോപ്രോ ഒക്കെ മേടിച്ച്. പക്ഷെ അന്ന് അതൊന്നും ഉപയോഗിച്ച് ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് മര്യാദക്കൊന്നും എടുക്കാനും പറ്റിയില്ല, ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ആ അന്ന് മേടിച്ച ഗോപ്രോയാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഈ ഗോപ്രോ ഗോപ്രോ 7. പക്ഷെ അതിന്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതേ ഉള്ളൂ. പക്ഷെ ആ വ്ളോഗ് ചെയ്യാൻ പറ്റാത്ത വീഡിയോ ഇല്ലാത്തതുകൊണ്ടല്ലോ ഭയങ്കര സങ്കടം, നഷ്ടമായി പോയി. ഇനിയും ടൈം ഉണ്ട്. അതെ ഇനിയും ടൈം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പൈസയായി നമുക്ക് റെന്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ അല്ലേ? ഇപ്പൊ അതിന്റെയൊക്കെ ഒരു നല്ല പൈസ കൂടി കാണും. അന്ന് തന്നെ 2 ആഴ്ചത്തേക്ക് അത് സാധനം റെന്റ് ചെയ്ത് $7,000 ഓഹോ, $7,000 വണ്ടിയുടെ റെന്റൽ കൂടാതെ ഇതിന്റെ പെട്രോള് സംഭവം പെട്രോളാ. നല്ല കൂടിയായിരിക്കും. ഇത്രയും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മാത്രം പൈസ. അത് പെട്രോൾ എഞ്ചിൻ അല്ലേ? പെട്രോളാ.
എനിക്ക് നമ്മുടെ യൂഹോളൊക്കെ പോലെ അത് അങ്ങ് സാധനം കുടിക്കും. ഇത്രയും വെയിറ്റും, കാരണം ബെഡും അതും ഇതുമല്ല ലക്ഷറി എല്ലാം വെച്ച് കഴിയുമ്പോൾ ഇതിന് നല്ല വെയിറ്റും ഉണ്ടല്ലോ. നമുക്ക് ഈ യൂഹോൾ പോലെ ഏത് ലൊക്കേഷനിൽ വേണമെങ്കിൽ കൊടുക്കാവോ, അതോ അതിന് നമ്മുടെ സെർട്ടൈൻ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ? അതിന്റെ ഏത് ലൊക്കേഷനിൽ റിട്ടേൺ ചെയ്യുന്ന ഓപ്ഷൻ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പേയ്മെന്റ് കൂടും. പക്ഷെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റ് എടുത്ത് വരുന്നതിലും ഭേദം നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത് എടുത്തത്. നമ്മളെന്തായാലും തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത്. പേയ്മെന്റിനേക്കാൾ ഉപരി വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല, എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ പിന്നെ അങ്ങ് അൾട്ടിമേറ്റ് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നതാണ്. ഞാനും വൈഫും മാറി മാറി ഓടിച്ചോണ്ടി, അതുകൊണ്ടാണ് എത്തിയതും പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. അതിന് ജി ലൈസൻസ് പോലെ നമുക്ക് ഹെവി ഒന്നും വേണമെന്നില്ലല്ലോ. മോട്ടോർ ഹോമിന് ജി ലൈസൻസ്. മോട്ടോർ ഹോം സംസ്കാരം നാട്ടിലേക്കൊക്കെ വരാൻ വേണ്ടിയുള്ള പല ഇതും നോക്കുന്നുണ്ട്, പക്ഷെ എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടില് സത്യം പറയാലോ, ഈ അമ്മാവന്മാര് രാഷ്ട്രീയക്കാര്, അതായത് ഈ പോളിസീസ് തീരുമാനിക്കുന്നവരുണ്ടല്ലോ, അവര് മാറി കുറച്ചുകൂടെയൊക്കെ ഒന്ന് യങ്സ്റ്റേഴ്സ് ആയിട്ട് വന്ന് ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നവർ വരാതെ ഇവിടെ ഒന്നും നടക്കില്ല. അത് അവര് മാത്രമല്ല, ഇപ്പൊ ഈവൻ നമ്മുടെ MVD ആണേലും വേറെ ആരാണേലും ഉള്ള ഇതിപ്പോ പറയുമ്പോ പലർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും. എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. അല്ല, അവരൊരു പൂ ഫ്രണ്ടിൽ പിടിപ്പിച്ചാൽ അത് പറിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക ഒരു, അതായത് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിനനുസരിച്ച് ഈ ഒരു വണ്ടികളുടെ കൾച്ചറോ ഈ ഒരു മോട്ടോർ കൾച്ചറോ കാർ കൾച്ചറോ ഇല്ലല്ലോ. അപ്പൊ അതുങ്ങൾക്കൊന്നും അറിയത്തില്ല എന്താണ് ഇതിന്റെ സാധനം. വണ്ടി ഓടിക്കുന്നവന്മാർ ഇപ്പൊ അല്ല, പണ്ട് കാലത്തെ വിചാരം കാറുള്ളവന്മാരെല്ലാം വലിയ പണക്കാര് ബൂർഷകള് എന്നുള്ള ഒരു വിചാരം, അല്ല പൈസ ഇല്ല കാറില്ലാത്ത ഒരു സാധാരണക്കാരെന്നുള്ള ഒരു ചിന്ത. അതിൽ ഒരു ലോജിക്കും ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ടൂറിസ്റ്റ് ബസ്സിന്റെ കളർ മാറ്റുക, അതിലൊക്കെ എന്ത് ലോജിക്കാ ഉള്ളത്? അല്ല, അതിനേക്കാൾ ഉപരി ഇപ്പൊ ഈ കാരവാൻ സംസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഒരിടയ്ക്ക് കാരവാൻ ടൂറിസം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി വന്നില്ലായിരുന്നു. എത്ര പേർക്ക് പറ്റുന്നുണ്ട് വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്ത് അവരവരുടെ വണ്ടിയിൽ ഒന്ന് കിടന്ന് ക്യാമറ ആക്കി കൊണ്ടുപോകാനുള്ള ഒരു സെറ്റപ്പ്? ഏതായാലും വണ്ടികളൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി വണ്ടിയല്ലേ മറ്റേ നമ്മുടെ ഇത് ടെമ്പോ ട്രാവലർ. ആ സാധനത്തിന്റെ ഏതായാലും സീറ്റ് മാറ്റിയാലോ എന്തായാലും വെച്ചാലോ ഇപ്പൊ ഈയിടെ തന്നെ കാരവാൻ പാർക്കുകൾ വന്നു പറഞ്ഞ് മറ്റേ ആ പുത്തേട്ടുകാർക്ക് സ്വന്തമായിട്ട് കാരവാൻ ഉണ്ടല്ലോ. അവര് മറ്റു പലയിടത്തും കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ നാട്ടില് അവരിതുപോലെ പാർക്ക് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ പോലീസുകാർ ഒന്ന് തട്ടുകയാണ്. എന്നാന്ന് വെച്ചാൽ ഏറ്റവും വലുത് ഇങ്ങനെ കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്കും മറ്റേ സാധനം ഉണ്ടല്ലോ, മറ്റേ നാട്ടുകാരോട് പറഞ്ഞ എന്നാ ഇവിടുത്തെ സെറ്റപ്പ് സദാചാര പോലീസ്. അവരുടെ വീഡിയോസ് കാണുമ്പോഴേ സ്ഥിരം ആൾക്കാരുമായിട്ട് എന്നാ ഇവിടെ പരിപാടിയെന്ന് പോലീസുകാര്. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് അപ്പം മോട്ടോർ വെഹിക്കിളിന്റെ പീഡനം ഒരു സൈഡിൽ കൂടെ, മറ്റൊരു പീഡനം വേറൊരു സൈഡിൽ കൂടെ. ഇതൊക്കെ ജനറേഷൻ മാറുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറുമായിരിക്കും, മാറി വരും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം കൂടുതൽ ആളുകളും വിദേശത്തും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് വിദേശത്തോ ഒക്കെ ആയിരിക്കും. അവർക്ക് നാട്ടിൽ വരുമ്പം നാടൊക്കെ ഒന്ന് കാണാനും, അതുപോലെ നമ്മുടെ എത്ര ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള വേറെ സ്ഥലം എവിടെ ഉള്ളേ അല്ലേ? അത് നാട്ടിൽ വരുമ്പോ അതൊന്നും നടക്കൂല. അവരോട് പറയാ നിങ്ങളുടെ കളികൾ അവിടെ, നിങ്ങൾ വല്ല നാട്ടിൽ നിന്നും കളിച്ചിട്ടുള്ള കളികളൊന്നും ഇവിടെ വേണ്ട, ഇതിന് ഈ നാടിന് ഒരു സംസ്കാരമുണ്ട്, ഈ രീതി ഇവിടെ ഉണ്ടാക്കിയാൽ മതി വെച്ചാൽ മതി എന്ന് അവരോട് വിട്ടൊരു പരിപാടി വേണ്ട. അപ്പൊ അതൊക്കെ കൊണ്ടാണ് പോകുന്നവരാരും പിന്നെ തിരിച്ചു വരാത്തത്. സ്വർഗം മാമാ സ്വർഗം. നമ്മള് പറഞ്ഞ പോലെ ചിലപ്പോ സത്യം പറയാലോ ഈ രാജ്യങ്ങളുടെയൊക്കെ ചിന്താഗതി കാര്യങ്ങളൊക്കെ എനിക്കൊരു 50 കൊല്ലം മുന്നിലാന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓരോ ജീപ്പൊക്കെ നമ്മളെ മോഡിഫിക്കേഷനും ടയറൊക്കെ കണ്ടിട്ടില്ലേ? അത് എന്തൊക്കെ നമ്മുടെ ആടിൽ തന്നെ ഉണ്ട് 1-2 വണ്ടികള്. അപ്പം അല്ല, പൊതുജനത്തിന് ദോഷം വരാത്ത രീതിയില് സേഫ് ആയിട്ട് ഉടായ്പ പാടില്ല. അതായത് ഇപ്പം നമ്മുടെ നാട്ടില് എന്നാ പറയുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ അവിടെ ഒരിടയ്ക്ക് കുറെ കാറുകൾ കത്തുന്ന ഒരു സംഭവം വന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? നാട്ടില് ഒരു certain ബ്രാൻഡ് പക്ഷെ അതിന് മെയിൻലി ഒരു കാരണം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ ഈ അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്സ് ഒക്കെ പിടിപ്പിക്കുമ്പോഴേ, അപ്പൊ ഈ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ ജെന്യൂൻ ആയിട്ടുള്ള സർട്ടിഫൈ ചെയ്യാത്ത കടകളിൽ നിന്നൊക്കെ ചെയ്ത് ലോക്കൽ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഷോർട്ട് സർക്യൂട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് കത്തൽ പിടിക്കുന്നു എന്നുള്ള ഒരു കണ്ടുപിടിച്ചായിരുന്നല്ലോ. അതൊക്കെ റോങ്. അതായത് സേഫ്റ്റി, എന്ത് മോഡിഫിക്കേഷൻ വരുത്തിയാലും അതിന്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തണം. ഇതുപോലെ എന്നാ പറഞ്ഞാൽ തട്ടുകടകളോ പെട്ടിക്കടകളോ വരുന്ന പോലെ ഇതുപോലെ കാറിന്റെ മോഡിഫിക്കേഷൻ തരുന്ന കടകൾ പറ്റാതെ എല്ലാവർക്കും അവിടെ ഒരു ലീഗൽ സർട്ടിഫൈ ചെയ്യുന്ന മെക്കാനിക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ആ കടയിൽ നിന്ന് വരുത്തിയ ഒരു മോഡിഫിക്കേഷന്റെ പേര് എന്തെങ്കിലും പ്രശ്നം പിന്നീട് ഇതുപോലത്തെ ഡേഞ്ചർ ഹ്യൂമൻ ലൈഫിനോ വല്ല അപകടം വരുത്തുന്ന രീതി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ അവിടെ നിന്ന് ഉണ്ടായാൽ ആ മെക്കാനിക്കിന്റെ ലൈസൻസ് വേണം. അത് ശരിയാ, മോഡിഫിക്കേഷൻ നടത്താനുള്ള അവർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കും. അതായത് ഗവൺമെന്റ് പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള റൂളിലായിരിക്കണം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ വലിയ ടയർ ഇട്ടു, ചെറിയ ടയർ ഇട്ടു, അല്ല ഈ പറയുന്ന പോലെ മറ്റേതാ മറിച്ച പെർഫോമൻസിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു,
അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇത് ആൾക്കാർക്ക് ഇപ്പം ഒന്ന് ആലോചിച്ച് അതൊക്കെ എത്രമാത്രം വലിയൊരു ആർട്ടാണ്. ഇപ്പം അതേ ടയറിട്ട വണ്ടി തന്നെ വേണം, ഒരു ഫ്ലഡ് ഉണ്ടായാലോ വേറെ എന്തെങ്കിലും ഉണ്ടായാലോ. വലിയ ടയർ ഇടുന്നതിന്റെ പൊക്കം കൂടുന്നതിന്റെ മാത്രമല്ല, ഇപ്പൊ സ്പോർട്സ് കാറുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്കേർട്ട് അടിച്ചിട്ട് താത്തുന്ന ആ ഒരു സ്റ്റാൻസിന്റെ ഇതും അതൊക്കെ എത്രമാത്രം വലിയ കലയാ ബ്രോ. കാരണം ഒരു വണ്ടിക്ക് അതിന്റെ ഭംഗി ആ രീതി കൂട്ടുക എന്ന് പറയുമ്പോ ഇപ്പൊ പെൺപിള്ളേരുടെ മേക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെ ആണുങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു കാറിന്റെ ബ്യൂട്ടിഫിക്കേഷൻ അല്ലെ അവന്റെ വണ്ടിയുടെ ബ്യൂട്ടിഫിക്കേഷൻ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അപ്പൊ അങ്ങനെയുള്ള ആർട്ട് വർക്കുകളിൽ നിന്നും എത്രമാത്രം ജോലിയും ഉണ്ടാവും. കാരണം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാർ ഇന്ത്യയിൽ തന്നെ കുറവാണ്. നമ്മുടെ നാട്ടിലെ കേരളത്തിലല്ലേ ഏറ്റവും നല്ല മോഡിഫിക്കേഷൻസ് വരുന്നത് നമ്മൾ നോക്കുമ്പോൾ. അപ്പം ഇതൊക്കെ ചിന്തിക്കാനും പറയാനും ഇതിനൊക്കെ ബോധം വേണം. ഒന്നുമില്ല, എങ്ങനെയാലും അങ്ങ് ഓടിക്കോട്ടെ. ഇന്നിപ്പോ ഒരു റീല് കാണുമായിരുന്നേ ഞാൻ, മറ്റേ പ്രൈവറ്റ് ബസ്സുകളുടെ എല്ലാം ഓടി നടന്ന ആ സ്റ്റിക്കർ അങ്ങ് പൊക്കിക്കോ, ഈ സ്റ്റിക്കർ പറിച്ചോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് MVD ഓടി നടന്ന ഒരു ബസ് സ്റ്റാൻഡിൽ ഇട്ട് പിടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, അവിടെ ഒരു KSRTC ബസ് വന്നു. ആ ബസ് ഞാൻ ഇന്ന് മറ്റേ നമ്മുടെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മര്യാദക്ക് ഓടിച്ചുകൊണ്ട് കിടക്കണ എല്ലാ പ്രൈവറ്റ് ബസ്സുകളും പൊക്കുക. ആ സ്റ്റിക്കർ അങ്ങനെയല്ല, ഈ സ്റ്റിക്കർ ഇങ്ങനെയല്ല, ഇന്ന സ്ക്രൂ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നു എന്ന് പറഞ്ഞു. ആ KSRTC വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഹബ് ഓയിൽ ലീക്ക് ചെയ്തിട്ട് ഈ ടയറിന്റെ ചുറ്റും അതിന്റെ പെരുന്നാളിന് എന്നാന്ന് പറയുന്നത് മറ്റേ ഈ ഗ്രാഫിറ്റി ചെയ്തപോലെ ഓയില് ഹബ് ഓയിൽ ലീക്ക് ചെയ്ത് കിടക്കുക. അതോടൊപ്പം തന്നെ വണ്ടിയുടെ ബാക്കി എല്ലായിടത്തും സ്റ്റിക്കറും ഇല്ല, മറ്റേ പൊട്ടിപ്പൊളിഞ്ഞ സൈഡ് എല്ലാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നേ, ഇങ്ങനെ തന്നെ പിടിച്ച ഒരു വണ്ടിയുടെ അടുത്ത് നോക്കുമ്പോൾ ആ KSRTC ഇൻഷുറൻസ് ഇല്ല, ഒരു സംഭവം ഇല്ല. ഒരു ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോ അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊന്നും ആർക്കും നോക്കാൻ വേണ്ട. പൊതുജനങ്ങളെ പിഴിയുക അല്ല, ഒരു കണക്കിന് ഉദ്യോഗസ്ഥരെ ഒരു പരിധി വരെ പറയാൻ പറ്റില്ല. കാരണം അവരുടെ മുകളിൽ നിന്ന് അവർക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻ അവർക്ക് ടാർഗറ്റ് ഉണ്ടാവും. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ നാട്ടിലെ ഒത്തിരി കോംപ്ലിക്കേഷൻസ്. ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതേ നടക്കൂ നാട്ടിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് ചിന്തിക്കാത്തതും പറയാത്തതൊന്നും ആയിരിക്കുമല്ല. ചിലപ്പോൾ ഒരാളോ രണ്ടുപേരോ ഒന്നും വിചാരിച്ചാലൊന്നും ഇതൊന്നും എങ്ങും എത്തൂലായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നത് കാരണം പല പേപ്പറുകളും പല ബില്ലുകളും പാസ്സാവേണ്ടവരായിരിക്കും ഒരു ബില്ല് ആവാൻ വേണ്ടിയിട്ട്. വല്ലപ്പോഴും നമുക്ക് ഇൻസൈഡ് കാനഡ കിട്ടുവാണെങ്കിൽ രസമായിരിക്കും അല്ലേ? ഒരു ബ്രിട്ടീഷ് കൊളംബിയ വിന്റർ സമയത്തല്ല, സമ്മറില് റെസ്റ്റ് ഏരിയ മാത്രമുള്ള ഒരു വിഷയം. അടിപൊളി എക്സ്പീരിയൻസ് ആയാലേ. ഞങ്ങൾക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തോന്നായിരുന്നു. പണ്ട് ഞങ്ങള് സവോളയായിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയതാ. നമുക്ക് ആൽബർട്ട വാൾമാർട്ടില്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പോവാ ആ വഴിക്ക്. അപ്പൊ നമുക്കറിയത്തില്ല ഷോൾഡർ ഉണ്ടോ കാര്യം അറിയത്തില്ലേ. അങ്ങനെ അവന്റെ ഷിഫ്റ്റ് കഴിഞ്ഞപ്പോ അവന് ഉറക്കം വന്ന് ചെറിയൊരു ഷോൾഡർ ഉണ്ട്. കാരണം ഷോൾഡർ ഉണ്ടെങ്കിൽ നിർത്താൻ പറ്റില്ല, കാരണം മറ്റേ ഇതല്ലേ താന്നു പോകുന്ന സ്ഥലമാ. അങ്ങനെ വണ്ടി ഞാൻ നോക്കുമ്പോൾ എന്റെ ഷിഫ്റ്റ് ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ ചെരിഞ്ഞ് കിടപ്പുണ്ട്. നല്ല ലോഡോ ഫുൾ ലോഡുവാ, സോളല്ലേ. എന്ത് ചെയ്താ അവിടുന്ന് കേറി പോരുന്നില്ല. കാരണം ഈ വണ്ടി ഇത്ര വലുതായതുകൊണ്ടേ ഇതിന്റെ എവിടെയെങ്കിലും ഒരു ചെറിയ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ട് അടി തട്ടി അവിടെ മണ്ണ് ഭയങ്കര ഇതാ. കാരണം വണ്ടി നല്ല വെയിറ്റും ഉണ്ടല്ലോ, നല്ല വെയിറ്റും ഇല്ല. അപ്പൊ അങ്ങനെ വണ്ടി ഞങ്ങള് നോക്കുമ്പോൾ ആരും അവിടെ ആ പ്രദേശം ആരുമില്ല. ഞങ്ങൾ വെളുപ്പിനാ ഒരു 4 മണിയായി. പിന്നെ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. കമ്പനി വിളിച്ചു പറഞ്ഞു. രാവിലെ ഓരോ ട്രക്കുകാരെ പോകുമ്പോൾ നമ്മൾ ചോദിക്കും, അവർ ചോദിക്കും ഇങ്ങനെ എന്താ പറ്റി. അപ്പൊ ഞങ്ങളിങ്ങനെ വണ്ടി കിടക്കുന്ന കാണുമ്പോഴേ അറിയാം. അന്നാണ് ശരിക്കും മനസ്സിലാകുന്നത് ഈ വൈറ്റ്സ് ഒരു 3 പേര് ഞങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടോ. അവരുടെ അടുത്തുള്ള ചെയിൻ വെച്ച് നമ്മുടെ വണ്ടിയെ ഹുക്ക് ചെയ്ത് വലിച്ച് നോക്കി, പക്ഷെ പറ്റുന്നില്ല. ആ 3 പേര് അവർക്ക് ഒരു കാര്യമില്ല. അപ്പൊ അവർക്ക് നേരെ വിട്ടു പോയാൽ മതി. ഈ നമ്മുടെ അവരുടെ ഒന്ന് വിളിച്ചു. എനിക്കൊന്ന് 2 ഫ്ലാറ്റ് ബെഡ് ആയിരുന്നു. അപ്പൊ അവര് പുറകിൽ സെറ്റ് ചെയ്ത് വലിച്ചു. അതൊന്നും ഒരു തരത്തിലും പോരുന്നില്ല. അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ മൂസും കരടിയും ഉള്ളതാ. അപ്പൊ സന്തോഷമായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പുറത്ത് ഇറങ്ങി നിൽക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-11 മണി ആയത്തേനും ഞങ്ങൾ വിളിച്ച ടോ വന്നു. ടോ അവൻ നല്ല പവർഫുൾ സാധനമല്ല, അത് പറഞ്ഞ മാത്രമേ ഞങ്ങൾ പൊക്കിയെടുത്ത്. അങ്ങനെ ഞങ്ങൾക്ക് അന്ന് രാവിലെ 11 മണിക്കാണ്ടായിരുന്നു ഡെലിവറി ആൽബർട്ടയില്. ഞങ്ങൾ ചെന്നപ്പോ 6 മണിയുണ്ടായി. അടച്ചു. ഭാഗ്യം കൊണ്ട് വെള്ളിയാഴ്ചയായിരുന്നു. ശനി ഞായറും നല്ല സുഖമായി കിടന്ന്
തിങ്കളാഴ്ച ഉച്ചയായപ്പോ ഡെലിവറി നടന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, നിങ്ങളാ മറ്റേ കരടിയും മൂസിന്റെയും കാര്യം പറഞ്ഞില്ലേ? നമ്മുടെ കാനഡ റൂട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത്. ഇഷ്ടംപോലെ കരടിയും മൂസും ഉണ്ടല്ലോ നമുക്ക് ട്രാൻസ് കാനഡയില്. ആ വഴി പോകുമ്പോൾ നമുക്ക് കാണാട്ടോ. കാണാന്നല്ല, ഈ സിംഗിള് പോകുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ, സിംഗിള് പോകുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് ഇതിനെ കുറിച്ച് എന്നാന്ന് വെച്ചാൽ ഒരു 10 പ്രാവശ്യം പോയി കഴിയുമ്പോൾ നമ്മൾ ഇതിനൊന്നും വലിയ പ്രശ്നമില്ലാതെ നമുക്കൊരു അറ്റാക്ക് ഒന്നും വരാതെ അങ്ങ് കഴിഞ്ഞിരിക്കട്ടെ. നമ്മൾ പിന്നെ ലൈറ്റ് ഹാർട്ടർ ആവും. പിന്നെ നമ്മളെത്ര വന്നാന്നുള്ള ഒരു സാധനം ആ നെഗ്ലിജൻസിലുണ്ടല്ലോ. ചിലപ്പോ ഒന്ന് മുള്ളാൻ പുറത്തിറങ്ങുന്നോ അല്ലെങ്കിൽ ഒന്ന് പാത്രം കഴുകാൻ പുറത്തിറങ്ങുന്നോ. ഈ കാട്ടിക്കോട് പോകുമ്പോ നമ്മളൊന്നിനും കാണുന്നില്ലെന്നുള്ളൂ, നമ്മളെല്ലാരും കാണുന്നുണ്ടെന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ മൃഗങ്ങളെ. അങ്ങനെ പല ട്രക്ക് ഡ്രൈവേഴ്സും മിസ്സിംഗ് ആയിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ പഞ്ചാബി പിള്ളേർ ഇഷ്ടംപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ മിസ്സിംഗ്. സംഭവം എന്ന് വെച്ചാൽ രാവിലെ ആൾക്കാർ നോക്കുമ്പോ ട്രക്ക് അവിടെ കിടക്കുക 2-3 ദിവസമായിട്ട്. ഡോറ് തുറന്നും കിടപ്പുണ്ട് ഫ്രണ്ടിൽ, ആളെ കാണാനില്ല. മിസ്സിംഗ്. അതുപോലെ ഈ മൂസ് എന്ന് പറഞ്ഞ സംഭവം, ഈ മൂസിനെ എങ്ങനെ തട്ടിയാല് അത് തിരിച്ചു വന്ന് ഈ ഇത്രയും വലിയ ട്രക്ക് ഇടിച്ച് നശിപ്പിച്ച സൈഡ് കളയെന്ന് പറയാം. തിരിച്ചു വന്നിട്ട് മൃഗമാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനം. മനുഷ്യന്മാരാണെങ്കിലും നമ്മൾ ഈ ക്യാമറ ഒക്കെ വെച്ച് അടുത്തേക്ക് പോയി അതിനെ അറ്റാക്ക് ചെയ്യും. അതെന്നാ വലിപ്പോ ചിലത് വരുന്നത്. അത് വെജിറ്റേറിയൻ ആണ്, പക്ഷെ അതിന് ഈ അഗ്രഷനാ. വെജിറ്റേറിയൻ ആണ് എന്നാണ് എന്റെ വിചാരം കേട്ടോ. എനിക്കറിയില്ല. ഞാനടുത്ത് ഞങ്ങള് ടിമിൻസിലൊരു ട്രിപ്പ് പോയപ്പോ വഴിക്ക് അവിടെ എത്താറായപ്പോ കണ്ടു വലിയൊരു സാധനം. നമ്മുടെ വീട്ടിലേക്ക് വലിയ പശുവിന്റെ ഒക്കെ ഒരു 2 പശുവിന്റെ ഏകദേശം ആ ഒരു ഷേപ്പാണ്. പക്ഷെ എന്നാ വലുപ്പമെന്നറിയോ, അയ്യോ, പശുവിനെ പ്രൊജക്ടർ വെച്ച് കാണിച്ച പോലെ. അതുകൊണ്ടാണല്ലോ മറ്റേ ഈ ആൽബർട്ട റൂട്ടിൽ ഓടുന്ന വണ്ടികളുടെ ഒക്കെ മറ്റേ ശരിക്കും മൂസ് ബമ്പർ ആണല്ലോ. നമ്മളെ കൂട്ട് ഡിയർ ബമ്പർ അല്ലല്ലോ. നമ്മുടെ ഈ സൈഡിൽ കൂടെ ഇപ്പൊ ഒരു വോൾവോ പോയി, അപ്പൊ നോക്കിയാ മൂസ് ബമ്പറാ, വമ്പൻ നല്ല ബലമുള്ള മറ്റേ ഈ JCB-യുടെ ഒക്കെ സാധനം പോലെ. ഇടിച്ചാൽ അത് തെറിച്ച് പോണം. എല്ലാം നമ്മുടെ കൂട്ടി കൊച്ചു പാപ്പൂർ ആണെങ്കിൽ അതൊന്നും അതിനൊന്നുമല്ല. അധികം ഇടിച്ചു വളച്ചളയോ എപ്പോ അത് അറിയത്ത് പോലും ഉണ്ടാവില്ല, അറിഞ്ഞു പോലും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു മാൻ വട്ടം ചാടിയത് നിങ്ങൾ കണ്ടായിരുന്നോ? ഈ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ മാനും പരിപാടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കിയും കണ്ടു പോയില്ലെങ്കിൽ ബമ്പറിലിരിക്കും. നമുക്ക് ആ ഡിയർ ബമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഫ്രണ്ട് ഇടിച്ച് കയറി റേഡിയേറ്ററൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, നമ്മൾ ബോർഡർ എടുക്കാറായി. ഇത് ബോർഡറിന് തൊട്ട് മുമ്പിലുള്ള നമ്മൾ സാധാരണ നിർത്താറുള്ള ഒരു ലൗസില്ലേ, കേപ്പാക്കിലെ ലൗസ്, അവിടെ നിർത്തി ഒരു കാപ്പിയൊക്കെ എടുത്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ബർഗറും മേടിച്ച് കഴിച്ചാൽ നേരെ വീടെത്തുന്നോടം വരെ വിശക്കുകയല്ല. കാരണം നമ്മുടെ ഫുഡെല്ലാം തീർന്നു. അതോടൊപ്പം കാപ്പിയും കൂടെ എടുത്ത് വെച്ചാലേ അല്ലെങ്കിൽ നമുക്ക് ഹൈവേ വല്ല പണിയും കിട്ടിയാലോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് സ്പൈസി ചിക്കൻ ബർഗർ വന്നു. അതും കൂടെ കഴിച്ചിട്ട് നമുക്ക് പോയേക്കാം. നമ്മുടെ ജോമറ്റോയിൽ കിടന്ന് ഉറങ്ങുക, ബോർഡറിൽ ചെന്നിട്ട് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കണേ.
അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ യാർഡ് എത്തിയിരിക്കുകയാണ് ബോൾട്ടണിൽ. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ജോമറ്റുമായി ഗേറ്റ് തുറക്കുന്നു, നമ്മൾ ബാക്കപ്പ് ഇടുന്നു, ട്രെയിലറും ട്രാക്ടറും സെപ്പറേറ്റ് ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു. അങ്ങനെ സംഭവബഹുലമായ ഒരു കാലിഫോർണിയൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം ഒരുപാടായി. സമയം എന്നാ ഇത്? 1:30. സമയം വെളുപ്പിന് 1:30 അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഇവിടെ നിർത്തുകയാണ്. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. മറ്റേയൊക്കെ ഉള്ള ഉറക്കടിച്ചിരിക്കാട്ടോ.